യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകനായി ചേരും വരെ കാത്തിടണം. ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും, ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും, എൻ പ്രാണനാഥൻ പോയതായ പാദമതി
ആവർത്തന പുസ്തകം 31 അധ്യായം 8 വാക്യം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ഇത് മോശ യോശുവയോട് പറയുന്നതായ ഭാഗങ്ങളാണ്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്നവനായ മോശ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കയില്ല എന്നുള്ളത് ദൈവം മോശയോട് അരുളി ചെയ്തതായ കാര്യമാണ്. എന്നാൽ മോശയ്ക്ക് പകരമായി ദൈവം യോശുവയെ നിയമിക്കും എന്നുള്ളത് ദൈവം വളരെ കൃത്യമായി മോശയെ അറിയിച്ചിരുന്നു. അതിൻ പ്രകാരം യോശുവ എന്താണ് ചെയ്യേണ്ടുന്നത്, ഈ ജനത്തെ എങ്ങനെയാണ് നയിച്ചുകൊണ്ട് പോകേണ്ടുന്നത് എന്നിത്യാദി കാര്യങ്ങൾ വളരെ വിശദമായി യോശുവയോട് മോശ സംസാരിച്ചിരുന്നു. അതോടുള്ള ബന്ധത്തിലാണ് മോശ ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. യോശുവയോട് പറയുകയാണ്, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ഈ കഴിഞ്ഞ ദീർഘനാളുകളിലെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിലാണ് മോശ ഈ കാര്യങ്ങൾ യോശുവയെ ഉപദേശിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇവിടെ യോശുവയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് മോശ പറയുന്നതായ വാക്കുകളാണല്ലോ നാം വായിച്ചു കേട്ടത്. യോശുവയുടെ ദൈവം വളരെ കൃത്യമായി പറയുന്നതായ കാര്യം നീ ധൈര്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. ധൈര്യത്തോടെ ഈ ജനത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ട് പോവുക. അതിനാധാരമായി മോശ പറയുന്നതായ കാര്യം യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു എന്നുള്ളതാണ്. ഈ ജനത്തെ യോർദാനിലൂടെ നീ നയിച്ച് അക്കരെ കടത്തണം. നിനക്ക് മുൻപായി യഹോവയായ ദൈവം പാത കാണിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. ധൈര്യത്തോടെ ഈ ജനത്തെയും കൊണ്ട് നിനക്ക് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഏതൊരു കാര്യത്തിൻ്റെയും മുൻപിൽ പോകുന്നതായ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ വ്യക്തികൾ ആരാണ്, അതിനെ അനുസരിച്ചാണല്ലോ ആ കാര്യങ്ങളുടെ പ്രാധാന്യം ഇരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ അനേക ജാഥകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലീഡേഴ്സാണ്. അവരാണ് ആ ജാഥയെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അണികൾക്ക് വലിയ ആവേശമായിരിക്കും. ഏതൊരു കാര്യത്തിൻ്റെയും മുൻപിൽ നിൽക്കുന്ന വ്യക്തി ആരാണോ അതിനനുസരണമായിട്ടാണ് ആ കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റപ്പെടുന്നത്. ഇവിടെ യോശുവ ധൈര്യത്തോടെ ഈ ജനത്തെ മുൻപോട്ട് നയിക്കണം എന്ന് മോശ പറയുമ്പോൾ അതോട് ചേർത്ത് യോശുവയോട് പറയുന്നതായ കാര്യം യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇഹലോക ജീവിതത്തിൽ നമുക്ക് മുൻപായി പാത കാണിച്ചു തരുന്ന ഒരുവനുണ്ട്. നാം ഏതു വഴിയായി പോകണം എന്ന് നമ്മെ അറിയിക്കുന്ന ഒരുവനുണ്ട്. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. ദൈവം നമ്മെ ഉപദേശിച്ച് നടക്കേണ്ടുന്നതായ വഴി നമുക്ക് കാണിച്ചു തരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു. എത്രയോ അനുഗ്രഹകരമായ ഒരു അനുഭവമാണത്. ഈ ലോകത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് മനുഷ്യരാരുമല്ല നമുക്ക് അതിൻ്റെ നിയമാവലി നൽകിയിട്ടുള്ളത്. വലിയവനായ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ അനുഗ്രഹീതമായ ഒരു നിയമാവലിയുണ്ട്. അതിനെ മറികടക്കുവാൻ മനുഷ്യനിർമ്മിതമായ മറ്റൊരു നിയമാവലികളും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്നതായ പാത എത്ര അനുഗ്രഹകരമായ പാതയാണ്. നാം തിരുവെഴുത്തിൽ വായിക്കുന്ന പോലെ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകും. ഓരോ ദിവസവും നാം പോകേണ്ടുന്നതായ പാത നമുക്ക് കാണിച്ചു തരുന്നത് ആ തിരുവെഴുത്താണ്, ദൈവമാണ്. ദൈവം നമുക്ക് കാണിച്ചു തരുന്നതായ പാതയിലൂടെ നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ ഭയപ്പെടാതെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ സാധിക്കും. ഈ ട്രെയിനിൻ്റെ കാര്യം നാം ചിന്തിക്കുമ്പോൾ
ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിൻ്റെ എൻജിൻ ഡ്രൈവർ അല്ല വാസ്തവത്തിൽ തീരുമാനിക്കുന്നത് ഏത് ട്രാക്കിലൂടെ പോകണം എന്നുള്ളത്. അത് തീരുമാനിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്ററാണ്. സ്റ്റേഷൻ മാസ്റ്ററാണ് പാത ഒരുക്കി കൊടുക്കുന്നത്. എൻജിൻ ഡ്രൈവർ സിഗ്നൽ അനുസരിച്ച് ആ ട്രെയിനിനെ മുൻപോട്ട് നയിക്കുകയോ അതിൻ്റെ വേഗത കുറയ്ക്കുകയോ നിർത്തിയിടുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറി വരുമ്പോൾ ഏത് പാതയിലൂടെ അത് കടന്നു വരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ സ്റ്റേഷൻ മാസ്റ്ററാണ്. പ്രിയമുള്ളവരെ, അതേപോലെ നമ്മുടെ ജീവിതത്തെ നാം മുൻപോട്ട് നയിക്കുമ്പോൾ ദൈവമാണ് നമുക്ക് പാത കാണിച്ചു തരുന്നത്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരേത് പാതയിലൂടെ മുൻപോട്ട് പോകണം എന്നുള്ളത് സംശയമില്ലാതെ നമുക്ക് കാണിച്ചു നൽകുന്നത് വലിയവനായ ദൈവമാണ്. ദൈവവചനത്തിലൂടെയാണ് നമുക്ക് ആ പാത കാണുവാൻ സാധിക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തെ അതിലൂടെ മുൻപോട്ട് നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മോശ യോശുവയോട് പറഞ്ഞതുപോലെ യഹോവ നമുക്ക് മുൻപായി നടക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളുടെ മുഖത്തും വലിയവനായ ദൈവം നമുക്ക് മുൻപായി പോകുന്നത് കൊണ്ട് ഭയപ്പെടേണ്ടുന്നതായ കാര്യമില്ല. അതിഭയങ്കരമായ പർവ്വത നിരകൾ നമ്മുടെ മുൻപാകെ വരുമ്പോൾ, പർവ്വത സമാനമായ പ്രശ്നങ്ങൾ നമ്മുടെ മുൻപാകെ വരുമ്പോൾ അതിനെ സമഭൂമിയാക്കി തരുവാൻ കഴിവുള്ള ഒരുവൻ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതെ മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. തുടർന്ന് മോശ പറയുകയാണ്, അവൻ നിന്നോട് കൂടെയുണ്ട്, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ആ കർത്താവ് നമ്മുടെ കൂടെ എല്ലാ സമയത്തുമുണ്ട്. നമ്മുടെ ഏതൊരാവശ്യത്തിൻ്റെ മുഖത്തും നമുക്ക് നോക്കുവാനൊരിടമുണ്ട്. അതുകൊണ്ടാണ് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമുക്ക് സഹായത്തിനായി നാം നോക്കുന്നത് ലോകത്തിൻ്റെ കരങ്ങളിലേക്കല്ല, പ്രത്യുത ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും ഉളവാക്കിയ വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് നാം നോക്കുന്നത്. ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുൻപാകെ ഒരുവൻ നടക്കുന്നു, അവൻ നമ്മെ കൈവിടാത്തവനാണ്, എല്ലാ സമയത്തും നമ്മോട് കൂടെയുള്ളവനാണ്, അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കാത്തവനാണ്. അതുകൊണ്ട് പേടിക്കാതെ ഭ്രമിക്കാതെ മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. എത്ര അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. ഇഹലോക ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മെ പേടിപ്പിക്കുന്നതാണ്, ലോക സംഭവങ്ങൾ നമ്മെ പേടിപ്പിക്കുന്നതാണ്. അടുത്ത സമയത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്ത അതിഭയാനകമായ ഒരു നിലയിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ മാറ്റപ്പെടുന്നു. അത് തന്നെ നമ്മെ ഭ്രമിപ്പിക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്. നമുക്ക് സംരക്ഷണം നൽകുവാൻ ആരുമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് മാറ്റപ്പെട്ടു പോകുന്നുവോ എന്ന് നാം പലപ്പോഴും സംശയിക്കുന്നതായ സാഹചര്യത്തിൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, നീ പേടിക്കണ്ട, നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ മതിയായവനാണ്, നിന്നെ ഞാൻ സംരക്ഷിക്കുന്നവനാണ്, നിന്നെ ഞാൻ സഹായിക്കുന്നവനാണ്. അവിടെ നിന്ന് രാവിലെ ആ കർത്താവിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. തുടർന്ന് അങ്ങോട്ടുള്ളതായ ഓരോ ദിവസങ്ങളിലും ഈ ദൈവവചനം നമ്മെ അനുഗ്രഹകരമായി മുൻപോട്ട് നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ളതായ ചുവടുകൾ പതറിപ്പോകുന്നതായ സാഹചര്യങ്ങളിൽ വരുമ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? നാം പിന്നിലേക്കൊന്ന് നോക്കണം. അങ്ങനെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം കടന്നു വന്നതായ പാതകൾ എത്രമാത്രം ദുർഘടമായിരുന്നു എന്ന് കണ്ട് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെ ദുർഘടമായ പാതകളിലൂടെ വലിയവനായ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിക്കൊണ്ടുവന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ മുൻപോട്ടുള്ളതായ പാതകൾ നമ്മുടെ മുൻപാകെ വളരെയേറെ സുഗമമായിട്ട് തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതെ ഭ്രമിക്കാതെ മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ ദിവസം ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. നമ്മുടെ മുൻപാകെ ഒരുവൻ നമ്മെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരുവനുണ്ട്. അവൻ്റെ പിന്നാലെ അവൻ്റെ ചുവടുകൾ പതിഞ്ഞ ഇടം നോക്കി മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഭയലേശം എന്നിയെ ജീവിക്കുവാൻ
കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ലതും വിലയേറിയതുമായ ഈ അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യോശുവയോട് മോശ പറഞ്ഞതുപോലെ യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത് എന്നരുളി ചെയ്തതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും യഹോവയായ ദൈവം ഞങ്ങളുടെ മുൻപിൽ നടക്കുന്നു എന്നുള്ളതായ വിലയേറിയ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഒന്നുകൊണ്ടും ഞങ്ങൾ ഭയപ്പെടാതെ ഭ്രമിച്ചു പോകാതെ ഞങ്ങളുടെ ജീവിതത്തെ ധൈര്യത്തോടെ മുൻപോട്ട് നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവെ, ധൈര്യത്തോടെ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുൻപോട്ട് ജീവിപ്പാൻ അവരെ ഇടയാക്കണമേ. രോഗികളായിട്ടുള്ളവർക്ക് സൗഖ്യം നൽകണമേ. ക്ഷീണിതർക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ. കർത്താവെ, വിവിധ കാര്യങ്ങളുടെ മുൻപാകെ ഭയപ്പെട്ട് നിൽക്കുന്നവരെ ധൈര്യപ്പെടുത്തി ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ജീവിപ്പാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വഴിയാത്രകളിൽ കർത്താവെ, അവിടുത്തെ സ്വർഗീയ ദൂതന്മാരുടെ വിലയേറിയ സാന്നിധ്യത്താൽ സഹായത്താൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സുരക്ഷിതരായ യാത്ര ചെയ്യുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ.